ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 2 വലിയ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ബേസോട് കൂടി നമ്മൾ ഇവിടെ പഠിച്ചാൽ അവിടെ നമുക്ക് ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഞാൻ 2 വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിന്റെ സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ അവിടെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതെന്താന്നുള്ള പഠിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന നിയമങ്ങൾ, പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ. ഈ 2 വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ നിർബന്ധമായിട്ട് അതൊന്ന് ഒരൊറ്റ തവണ കാണാം. ഒരൊറ്റ തവണ കണ്ടാൽ നിങ്ങൾ അത് പഠിക്കും. അതിനുശേഷം നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഏരിയ ആണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. എന്താണ് പറയാ എൻ്റെ ഒപ്പം പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. അപ്പൊ ഇത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പോവാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക്, സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചടിച്ചു അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിക്കോളൂ. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത്. ഇതാ ജസ്റ്റ് ഇതൊന്ന് ഒറ്റ തവണ ഒന്ന് വായിച്ചു നോക്കുക. അല്ല, ഒന്നും ആരും മടിയൊന്ന് കാണിക്കേണ്ടത്. നോക്കിക്കോളൂ. എന്താണ് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കം എന്നത് ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത. കണ്ടില്ലേ, വാക്വത്തിലെ പ്രകാശത്തിന്റെ വേഗതയും മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗതയും തമ്മിലുള്ള അനുപാതം, റേഷ്യോ. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ കൊടുത്തില്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് ദ, കണ്ടില്ലേ, റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഒരു മീഡിയത്തിലെയും അതേപോലെ തന്നെ വാക്വം, ശൂന്യതയിലുമുള്ള ആ ഒരു പ്രകാശത്തിന്റെ, ഈ 2 പ്രകാശ വേഗതയും തമ്മിലുള്ള അനുപാതം, റേഷ്യോ ആണ് നമ്മളെ എന്ത് പറയുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. ഇതിനെ നമ്മളെ എൻ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, സ്മോൾ ലെറ്റർ എൻ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, സ്മോൾ ലെറ്റർ. അപ്പൊ തമ്മിലുള്ള റേഷ്യോ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയൊരു ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ ഞാൻ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം സെറ്റ് ആക്കിയിട്ട് 2 ഞാൻ വായിച്ചുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിനെ സ്മോൾ ലെറ്റർ എൻ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞാൽ അതിനെ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അടുത്ത സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറഞ്ഞാൽ അതിനെ വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് n = c/v. എന്താണ് നമ്മൾ ഇക്വേഷൻ, n = c/v. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. നമുക്ക് n = c/v എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഈ രൂപത്തിൽ ഇക്വേഷൻ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നോക്കാം, അടുത്ത അപവർത്തനാങ്കം. മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കണം. ചില സമയത്ത് ചോദ്യത്തിനകത്ത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ചിലപ്പോൾ കൊടുക്കും, അപവർത്തനാങ്കം തരൂല. അപ്പൊ നമ്മൾ ഞെട്ടരുത്. നോക്കിക്കോളി. എന്താണ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ അതിനെ സ്മോൾ ലെറ്റർ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നു. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗം ബൈ പ്രകാശത്തിന്റെ മാധ്യമത്തിലെ വേഗം. അതാണ് സിയും വിയും. അപ്പൊ സി എന്ന് പറഞ്ഞാൽ ശൂന്യതയിലെ വേഗം, വി എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമം, ഒരു മീഡിയം. അത് ഗ്ലാസ് ആവാം, വെള്ളമാവാം, ഡയമണ്ട് ആവാം, അതല്ലെങ്കിൽ എയർ ആവാം, എന്തും ആവാം. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇത് രണ്ടുമാണ്. ഇത് സിമ്പിൾ ആണല്ലോ, ആർക്കൊരു കുഴപ്പമില്ലല്ലോ, ആർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ, ആർക്കൊരു മനപ്രയാസം ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിനകത്ത് എൻ്റെ മക്കളെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ട ഏതാണ് അത് ഞാൻ പഠിപ്പിച്ചു തരും. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല, അത് മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ. അപ്പൊ നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ഞാൻ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് ഇതാ നോക്കിക്കോളും. ഒരു ടോർച്ച് ഒക്കെ എടുക്കുന്നുണ്ട്. ആ ടോർച്ചിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു നോർമൽ, ലംബം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ലംബം വരയ്ക്കുന്നു അല്ലെ, നോർമൽ. ഇത് എയർ. അപ്പൊ സഞ്ചരിക്കുന്ന എയറിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പിന്നെ ഗ്ലാസ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് മീഡിയം? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇവിടെ ഏതൊക്കെയും മീഡിയം? നമ്മൾ ഇക്വേഷൻ n = c/v എന്നൊക്കെ പഠിച്ചില്ലേ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ഇക്വേഷൻ വരിക, അല്ലെങ്കിൽ അതിൽ സി ഏതാ, വി ഏതാ? അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്, അപ്പൊ ഇവിടെ വാക്വം എന്നുള്ളതിന് പകരം എയർ. നമ്മൾ സി എന്ന് പറഞ്ഞാല് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ശൂന്യതയിലെ പ്രകാശവേഗം. അത് നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കും, എയർ ആയിട്ട് എടുക്കും, വായു ആയിട്ട് എടുക്കും. രണ്ടാമത്തെ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായിട്ട് എടുക്കണം? രണ്ടാമത്തെ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായിട്ട് എടുക്കുന്നു? ദാ ഇവിടെ ഗ്ലാസ് എടുക്കുന്നു. ഏതാ എടുക്കുന്നത്? ഗ്ലാസ് എടുക്കുന്നു എന്ന് ഓർത്തേക്ക്. രണ്ടാമത്തെ ഏതെടുക്കുന്നു? ഗ്ലാസ് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കുക. അപ്പൊ എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ എന്നാണ്. എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ, എയർ ആയാലും വാക്കു ആയാലും നമ്മൾ 3 × 10⁸ m/s എന്നാണ് പറയാം. ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്തുകൂടെ അല്ലേ? സിമ്പിളായിട്ട് ചെയ്തുകൂടെ? അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വാട്ടർ തന്നിട്ടുണ്ട്, ഇവിടെ ഗ്ലാസ് തന്നിട്ടുണ്ട്, അടുത്ത് ഇവിടെ ഡയമണ്ട്. ഈ 3 നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ.
ഈ മൂന്നെണ്ണങ്ങൾ ചെയ്ത് പഠിച്ചാൽ പിന്നെ സിമ്പിൾ. അത് നോക്കുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഞാൻ അവിടെ എഴുതിയേക്കാണ് N=C/V. സി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? വായുവിലൂടെയുള്ള, വാക്കു എന്ന് പറഞ്ഞാൽ എയർ ആയിട്ട് എടുത്താൽ. അപ്പൊ സി എന്ന് പറഞ്ഞാൽ എന്തെടുക്കുക? 3 × 10⁸. അപ്പൊ ഞാൻ സിന്റെ സ്ഥാനത്ത് 3 × 10⁸ m/s എന്ന് കൊടുത്തു. ബൈ. ഇനി അടുത്തത് വി എന്ന് പറഞ്ഞാൽ ഈ മാധ്യമം ഇവിടെ ഏതാണ് നമുക്ക് മീഡിയം തന്നിട്ടുള്ളത്? ഗ്ലാസ് ആണ് മക്കളെ, ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡ് എത്ര? 2 × 10⁸. 2 × 10⁸ m/s. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇതാ നോക്കിക്കോളിട്ടോ. ഇവിടെ m/s ക്യാൻസൽ ചെയ്തു, വെട്ടിക്കളഞ്ഞു. മുകളിലും താഴെ ഉണ്ടെങ്കിൽ വെട്ടാളിലൊക്കെ വെട്ടി നിരത്തിക്കോളും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ m/s അതേപോലെ തന്നെ ഈ m/s ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അപവർത്തനാങ്കത്തിന് എന്തില്ല? നോ യൂണിറ്റ് നോർത്തേക്കുക. യൂണിറ്റ് ഇല്ല നോർത്തേക്ക്. കിട്ടുന്ന സംഖ്യ അങ്ങനെ തന്നെ എഴുതിച്ചാൽ. ഇനി ഇവിടെ 10⁸ 10⁸ വെട്ടിക്കളയാം. പിന്നെ സിമ്പിളായി. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 3/2 3/2 3/2 പറഞ്ഞാൽ എത്ര കിട്ടി? 1.5. ഇത്രയുള്ള ആൻസർ. അപ്പൊ നമ്മളെ ഗ്ലാസിന്റെ അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.5 എന്ന് കിട്ടും. യൂണിറ്റ് ഒന്നും എഴുതാൻ നിൽക്കരുത് കേട്ടോ, പൊട്ടത്തരാണ്. യൂണിറ്റ് ഒക്കെ ക്യാൻസൽ ആയി പോയി. അതായത് ഇവിടെയുള്ള m/s ഇവിടെയുള്ള m/s പോയി, 10⁸ 10⁸ പോയി, പിന്നെ 3/2 = 1.5. അപ്പൊ ഗ്ലാസിന്റെ അപവർത്തനാങ്കം 1.5 എന്ന് പഠിച്ചേക്കാൻ പറ്റിയാൽ നല്ലതാണ്. എപ്പോഴും നമുക്ക് ഉപകാരം. ഇനി അടുത്ത നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാ, ഇവിടെ എയറും അതേപോലെ തന്നെ വാട്ടറാണ്. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എഴുതാം. ഇക്വേഷൻ എഴുതിക്കോളൂ. N=C/V. എന്താണ് N=C/V? ഒന്നുകൂടി പറഞ്ഞ കേക്കട്ടെ. N= അതന്നെ C/V. അപ്പൊ സി എന്ന് പറഞ്ഞാൽ സാറേ വാക്വത്തിൽ എത്രയാണ്? 3 × 10⁸ m/s. അപ്പൊ അതാ വാക്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സി എന്ന് പറഞ്ഞാൽ അതാ ഇതാണ് എടുക്കേണ്ടത്, എയറിലൂടെ ഉള്ള തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ 3 × 10⁸ m/s ബൈ വി എന്ന് പറഞ്ഞാൽ ഏതെടുക്കും? പടച്ചോനെ, വി എന്ന് പറഞ്ഞാൽ ഏതെടുക്കും? സാറേ ഇവിടെ നോക്കൂ, എന്താണ്? വാട്ടർ അല്ലേ? അതെ. അതുകൊണ്ട് അതിന്റെ സ്പീഡ് എത്ര ഇവിടെ തന്നിട്ടുണ്ട്? 2.25 × 10⁵ അല്ലേ? ഇതാ അപ്പൊ 2.25 × 10⁸ m/s. ഇനി നേരത്തെ പറഞ്ഞ പോലെ വെട്ടാലൊക്കെ വെട്ടി നിരത്തിക്കോളി. ദാ വെട്ടി അല്ലേ? അടുത്ത ഏതാണ്? 10⁸ 10⁸ വെട്ടി. പിന്നെ ഇവിടെ എന്താണുള്ളത്? എന്താ ഉള്ളത്? 3/2.25. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ദാ ഇവിടെ ഒരു 100 കൊണ്ട് ഗുണിക്കാം, താഴെ ഒരു 100 കൊണ്ട് ഗുണിക്കാം. അതായത് 300 എന്ത് വരും? 225 ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1.33333 ആണ്. അങ്ങനെ പോകും. അപ്പോ വാട്ടറിന്റെ, ജലത്തിന്റെ, വെള്ളത്തിന്റെ അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? N=1.33. നേരത്തെ 1.5. ആരായിരുന്നു? ഗ്ലാസ്. ഇത് ചെയ്ത് കഴിഞ്ഞോട് കൂടി നിങ്ങൾ ഇത് പഠിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഈ 3 എണ്ണാണ് നമുക്ക് പഠിക്കേണ്ടത്. അടുത്ത ഡയമണ്ട് ആണ്. ഡയമണ്ടിന്റെ മക്കൾ ഇതേപോലെ നമ്മൾ ഇക്വേഷൻ N=C/V. മക്കളെ മനസ്സിലാവുന്നുണ്ടല്ലോ? N=C/V. ഇപ്പൊ 3 പ്രോബ്ലം ചെയ്തപ്പോൾ ആ ഇക്വേഷൻ കേട്ടിട്ട് പഠിച്ചില്ലേ? അത്രേ ഉള്ളൂ. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയറിലുള്ള സ്പീഡ് എത്രയാണ്? 3 × 10⁸ m/s. ഇനി ഞാൻ എഴുതണില്ല, അതൊക്കെ ക്യാൻസൽ ചെയ്തു. ബൈ അടുത്ത ഡയമണ്ടിന്റെ എത്ര വരുതാ? 1.25 × 10⁸. 10⁸ വെട്ടി. അപ്പൊ 3/1.25. നമുക്ക് ഇവിടെ ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം, ഇവിടെ ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അങ്ങനെയെങ്കിൽ 300/125. 300/125 നമുക്ക് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ കിട്ടും 2.4 എന്ന് കിട്ടി. ഏറ്റവും നല്ലത് ഈ 3 എണ്ണങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സാറേ ഇവിടെ എങ്ങനെയാണ് ഇത് വന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് വന്നത്? അപ്പൊ ഞാൻ അവിടെ നിന്ന് എഴുതിയേക്കട്ടെ. C = 3 × 10⁸ m/s. V ഇവിടെ തന്നതാണ് 1.25 × 10⁸ m/s. ഇത് രണ്ടും ഇതേപോലെ തന്നെ ഇവിടെ ഓരോന്നും എഴുതണം. ഞാൻ അങ്ങനെ എഴുതിയില്ല എന്നുള്ളൂ. അപ്പൊ 3 എണ്ണത്തിന് നമ്മൾ ചെയ്ത് പഠിച്ചു. ഈ 3 എണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു ടേബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ടേബിൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണല്ലോ, അത്രയും നല്ലതാണ്. അതായത് നോക്കിക്കോ, ഇവിടെ നോക്കിക്കോളടാ. അങ്ങനെ ശ്രദ്ധിച്ചോളൂ. ഇത് എന്താണ്? മീഡിയം, ഒരു മാധ്യമം, സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ വേഗം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. അതിനെ ഏതാ കൊണ്ട് സൂചിപ്പിക്കാം? N, സ്മോൾ ലെറ്റർ എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ നോക്കി കേട്ടോ. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയെന്ന് ചോദിച്ചാൽ 1 നിങ്ങളെ മനസ്സിലുണ്ടാവണം. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര ചോദിച്ചാൽ 1.33. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 1.5.
ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം എത്ര 2.4. ഇതിങ്ങനെ പഠിക്കാൻ പറ്റിയാൽ നല്ലതാണ്. അങ്ങനെയെങ്കിൽ ഈ ടേബിളിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ നോക്കിക്കോളും. ഇവിടെ ഏറ്റവും സ്പീഡ് കൂടുതൽ എയറിൽ തന്നെ അല്ലേ, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഏറ്റവും സ്പീഡ് ഉള്ളത് ഇവിടെയാണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഏറ്റവും സ്പീഡ് അവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് വളരെ കുറവാണ്. താഴേക്ക് പോകും തോറും എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത കൂടിങ്ങനെ വരുന്നതിനനുസരിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്നു, അപവർത്തനാങ്കം എന്ത് ചെയ്യുന്നു, കൂടുന്നു, റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടുന്നു. ഇതൊക്കെ ഈ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരു ടേബിൾ ആക്കിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു ചോദ്യം വരും, പ്രകാശവേഗവും അപവർത്തനവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം വരും. അപ്പോൾ ഞാൻ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഇവിടെ കൊടുത്തു, സ്പീഡ് ഓഫ് ലൈറ്റും കൊടുത്തു. റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടിയാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും, കുറയും. ഓർത്ത് വെച്ച് അത്രേ ഉള്ളൂ. അപവർത്തനാങ്കം കൂടിയാൽ, അപവർത്തനാങ്കം കൂടി എന്ന് വിചാരിക്കുക, അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ അപവർത്തനാങ്കം ഏതിനാണ്, ഇത് അവിടെ ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ സ്പീഡ് നോക്കിയാൽ വളരെ കുറവാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തേക്ക് ഞാൻ സിമ്പിളായിട്ട് എടുക്കുക. നമ്മൾ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് ഇനി ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശവേഗം കുറയും. അത് നേരെ ഇൻവേഴ്സിൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വിചാരിക്കുക, അപ്പോൾ അപവർത്തനാങ്കം എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ള. ഒരു ഇക്വേഷനും പഠിക്കണം. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒറ്റ തവണ കേട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഇത് പഠിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ സൈലത്തിൻ്റെ നിഞ്ച ബാച്ച്, 9ാം ക്ലാസ്സിൻ്റെ നിഞ്ച ബാച്ചിൽ ഈ ഒരു ചാപ്റ്റർ തീർന്നു, അതിൻ്റെ പരീക്ഷയും തീർന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്നുള്ള ചാപ്റ്റർ, അതും ചാപ്റ്റർ തീർന്നു. ഇനി തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ, അത് നമ്മൾ തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ചാപ്റ്റർ നമ്മൾ കുട്ടികൾ പഠിച്ച് സെറ്റായിട്ടാണ് സ്കൂളിലേക്ക് ഇപ്പോൾ പോകുന്നത്. ആ സ്ഥാനത്ത് ട്യൂഷനും നിങ്ങളൊന്നും ക്ലാസ്സൊന്നും കേൾക്കാതെ യൂട്യൂബ് മാത്രം ആശ്രയിക്കുന്ന കുട്ടികളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. അതാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത 2.0 നിഞ്ച 2.0 ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്തു. നമുക്ക് എല്ലാ ചാപ്റ്ററും ഫസ്റ്റ് തൊട്ട് തന്നെ പഠിക്കാം. സ്പീഡിൽ വളരെ വേഗത്തിൽ പഠിക്കും. കാരണം നമുക്ക് ഓണപരീക്ഷയ്ക്ക് ആകെ ഒരു 2.5 ചാപ്റ്റർ, മാക്സിമം പോയ 3 ചാപ്റ്ററേ ഉണ്ടാവുള്ളൂ. ആ 3 ചാപ്റ്റർ നമ്മൾ നിഞ്ചാക്കാർ പഠിച്ച് കഴിയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ സാവധാനം കുറേശ്ശെ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്തോളൂ, ഇപ്പോൾ തന്നെ നിഞ്ച 2.0 ജോയിൻ ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററും ഫസ്റ്റ് തൊട്ട് തന്നെ അടിപൊളിയായിട്ട് കിട്ടുമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഓൾ ദി ബെസ്റ്റ്. GB, ഗോഡ് ബ്ലസ് യു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് റിഫ്രാക്ഷൻ, അപവർത്തനം പഠിക്കണം. അതേപോലെ തന്നെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന നിയമങ്ങൾ പഠിക്കണം. ഈ 2 ഞാൻ ഓൾറെഡി ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തതാണ് നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് ഈ ഒരു വർഷം അടിപൊളിയായിട്ട് പഠിക്കണം. എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിരിക്കുക, കിടുവായിരിക്കുക, പൊളിയായിരിക്കുക, സെറ്റായിരിക്കുക. അപ്പോൾ നമുക്ക് അടിച്ച് തകർക്കാം. ഓക്കേടാ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.